തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇതിൻ്റെ വാർത്തകൾ അങ്ങനെ വരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ കെ ഫോൺ നല്ല നിലക്ക് പ്രവർത്തിക്കുകയാണ്. അല്ല, ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഒടുവിൽ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2 വർഷമായുള്ളൂ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അതിനിടയ്ക്ക് ഈ 2 വർഷം കൊണ്ട് 1,49,00,000 രൂപയുടെ ലാഭം നേടി ഈ കമ്പനി. അടിസ്ഥാനപരമായി ഈ കമ്പനി എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തതാണ്? ഇങ്ങനെ ഭയങ്കര ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സാധനമല്ല. ഒന്ന്, ഇന്റർനെറ്റ് ഒരു അവകാശമാണ് കേരളത്തിൽ പൗരന്റെ. കേരളം മാത്രമാണ് ആ കാര്യത്തിൽ ആദ്യം തന്നെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംസ്ഥാനം. അപ്പോൾ ആ അവകാശം ഉറപ്പാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. ആ നിലയ്ക്ക് നോക്കിയാൽ ഏതാണ്ട് 14,195 സൗജന്യ കണക്ഷനൊക്കെ ഈ ഘട്ടത്തിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. കേബിൾ TV ഓപ്പറേറ്റർമാർ വഴി വരുന്നുണ്ട്. ഇനി അതിനകത്ത് വേറൊരു വലിയ കൗതുകകരമായ കാര്യം എന്ന് വെച്ചാൽ, വലിയ വമ്പന്മാരായ പല സർവീസ് പ്രൊവൈഡേഴ്സും യഥാർത്ഥത്തിൽ കെ ഫോണിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പേര് പലതിലായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക, പക്ഷേ കെ ഫോൺ ആയിരിക്കും. അത് ഞാൻ ആദ്യം അത് അന്വേഷിക്കാൻ കാരണം, ഈ പറയുന്ന 32,000 കിലോമീറ്ററിന്റെ ഇത് കേബിൾ വലിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയും കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് ഉണ്ടാവേണ്ടതാണല്ലോ. പക്ഷെ അതെങ്കിലും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം ആലോചിച്ചത്. പക്ഷേ മറ്റെല്ലാ പ്രധാനപ്പെട്ട പല വമ്പന്മാരും ഇത് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് കൊള്ളാം.